നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിന് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഇപ്പോഴും അവിടെ ആക്രമണം തുടരുക തന്നെ ചെയ്യുകയാണ്. ഇസ്രായേലും നിരന്തരമായി ആക്രമണം നടത്തുന്നുണ്ട്, ഇറാൻ തിരിച്ചടിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ചാണക്യ സൂത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം 5 ദിവസത്തെ ഇടവേള അമേരിക്കൻ സൈന്യത്തിന് ആവശ്യമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയിൽ നിന്ന് കൂടുതൽ പാരാട്രൂപ്പുകളെ ഇറാനിലേക്ക് എത്തിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഈ ഉദ്ദേശത്തിന് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇതിനായിട്ടാണ് അവർ ഈ പാരാട്രൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഹോർമുസ് കടലെടുക്ക് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ അവരുടെ പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തന്നെ ബോംബിട്ട് തകർക്കുമെന്ന്. ഇതിന് തിരിച്ചടിയായി ഇറാൻ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങളും അതുപോലെ ജലവിതരണ സംവിധാനവും വരെ തകർക്കുമെന്നും ഇറാൻ തിരിച്ചടിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു യൂട്ടേൺ എടുത്ത് ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനുശേഷവും ഇപ്പോഴും ആക്രമണം തുടരുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത്, ഇത് 5 ദിവസത്തെ ഇടവേള എന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യത്തിന് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള തയ്യാറെടുപ്പുകളും അതിൻ്റെ കാലതാമസവും കണക്കിലെടുത്താണ് ട്രംപ് ഈ ഒരു നീക്കം നടത്തുന്നത് എന്നാണ്. ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാൻ്റെ 90% എണ്ണ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇറാന് മുട്ടുകുത്തേണ്ടി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് കണക്കാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഗൂഢനീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെയും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി സമയമാകുമ്പോൾ പെട്ടെന്ന് യൂട്ടേൺ അടിക്കുകയും ചെയ്യുന്ന ഒരു രീതി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ രീതി പരീക്ഷിച്ച് ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും അതിലൂടെ ഇറാനെ പരാജയപ്പെടുത്താനുമൊക്കെ അമേരിക്ക പദ്ധതി ഇടുന്നത്. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGCയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ 1000-ലധികം വരുന്ന അതിപ്രഗത്ഭരായ സൈനികരെയാണ് ഇതിൻ്റെ കാവൽ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അവരോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 2200-ഓളം പേരെയാണ് അമേരിക്ക ഇതിനായി നിയോഗിക്കാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇറാനിലെ കാലാവസ്ഥ അവർക്ക് അങ്ങേയറ്റം പ്രതികൂലമായിരിക്കും. അങ്ങേയറ്റം പർവ്വതനിരകളും മറ്റും നിറഞ്ഞ വളരെ കഠിനമായ ഭൂമിയാണ് ഇറാനിലുള്ളത്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ജീവിച്ച സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനിലെ സൈനിക നടപടി ഭൂമിശാസ്ത്രപരമായി പോലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇറാനെ മുട്ടുകുത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതേസമയം ഇസ്രായേലിനും ഇത് തന്നെയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരുപക്ഷെ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് എല്ലാം സമാധാനം കൈവന്നാൽ മുറിവേറ്റ സിംഹമായ ഇറാൻ നാളെ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം. കൂടെ പ്രോക്സി സംഘടനകളെ ഹിസ്ബുള്ളയും ഹമാസിനെ ഹൂത്തികളെയും ഒക്കെ തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇസ്രായേലിനറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു തന്ത്രം പ്രയോഗിച്ച് ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ നീക്കം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ രാജ്യങ്ങളും വളരെ ആശ്വാസം കൊണ്ടിരുന്നു. കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ഇന്ധന ക്ഷാമം കാരണം ബുദ്ധിമുട്ടുകയാണ്. ഹോർമുസ് കടലെടുക്ക് വഴി ഇന്ധനം കൊണ്ടുവരാൻ കഴിയാത്തത് കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പോലും വലിയതുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകളെ ഇതുവഴി കടത്തി വിടാൻ ഇറാൻ സമ്മതിക്കും. പല കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥ ഇതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടുകളിലെ തണുപ്പ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഹീറ്റർ സംവിധാനം പോലും ഈ ഗ്യാസിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെല്ലാം തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ട്രംപ് നിരന്തരമായി ഹോർമുസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നുള്ള ഭീഷണിയും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ ഈ പുതിയ കുതന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ഈ ദിവസങ്ങൾ കണ്ടു തന്നെ അറിയാം. 5 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും ട്രംപ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ലോകം ആകാംക്ഷയോടെ അതിലേറെ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്.